ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആകാശവും മലനിരകളും ആസ്വദിക്കുന്നതിനൊപ്പം കടലിന്റെ വിദൂര കാഴ്ചകളും ചാരുതയേകുന്ന ഒരിടം. കോഴിക്കോട് ജില്ലയിലെ അങ്ങനെ ഒരു സ്ഥലം പരിചയപ്പെടുത്തുകയാണ് ഷിത ജഗത്. ഒരിക്കൽ കണ്ടാൽ കാഴ്ചകൾ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന ഒരു സ്ഥലമുണ്ട് കോഴിക്കോട് വടകരയിൽ, പയങ്കുറ്റിമല. പയങ്കുറ്റിമലയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിലാണ് പയങ്കുറ്റിമല. ഇവിടേക്ക് എത്തുന്ന വഴി വടകര എത്തി വടകരയിൽ നിന്നും പേരാമ്പ്ര തിരുവള്ളൂർ റൂട്ടിലാണ് പയങ്കുറ്റിമലയുള്ളത്. തിരുവള്ളൂർ റൂട്ടിലെ പ്രധാന പാതയിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പയങ്കുറ്റിമലയിലെത്താം. ആ കാണുന്ന മലനിരകളാണ് പയങ്കുറ്റിമലയിലെ ഏറ്റവും ആകർഷണീയമായത്. അതിന് നേരെ എതിർവശത്ത് അവിടെ കാണുന്നത് കടലാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉദയവും അസ്തമയവും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് പയങ്കുറ്റിമല. അതിനായി ഇനി കന്യാകുമാരി വരെ പോകണമെന്നില്ല, പയങ്കുറ്റിമലയിലേക്ക് വന്നാൽ മതി, ഉദയവും അസ്തമയവും നേരെ കാണാം. ഇവിടെ ഇങ്ങനെ ഈ തണുത്ത കാറ്റേറ്റിരിക്കുമ്പോൾ തന്നെ മനസ്സ് ശാന്തമാകും. അങ്ങകലെ കടലിൽ വെള്ളിയാങ്കല്ലും കാണാം. പയങ്കുറ്റിമലയുടെ ടൂറിസം സാധ്യതകളെ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്നുള്ളൊരു ആസൂത്രണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി പല പദ്ധതികളും ഇവർ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും വടകര സാൻഡ് ബാങ്ക്സ്, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ്, ഒപ്പം ലോകനാർക്കാവ്, പയങ്കുറ്റിമല ഇവയെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ടൂറിസം കോറിഡോറാണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര ഉയരത്തിലായതിനാൽ തന്നെ നക്ഷത്രങ്ങളെ എവിടെ നിന്നും അടുത്ത് കാണാം. ആ സാധ്യത കണക്കിലെടുത്ത് ഒരു വാനനിരീക്ഷണ കേന്ദ്രം ഇവിടെ സ്ഥാപിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. കുന്നിന് മുകളിലുള്ള ഈ മുത്തപ്പൻ ക്ഷേത്രം പയങ്കുറ്റിമലയുടെ മറ്റൊരു ആകർഷണീയതയാണ്. പയങ്കുറ്റിമലയിലെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കും എത്താം ഇങ്ങോട്ട്. ഞങ്ങൾ ഇറങ്ങുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലവുമായി വീണ്ടും കാണാം.